ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണോ. ഇന്നലെ രാത്രി നല്ല ഉഷാറൊരു മഴയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ലൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം വരെ പോകാമെന്നുള്ളൊരു പ്ലാൻ വന്നു. ഒപ്പം നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ മുന്നത്തെ നാട്ടിൽ വന്നിട്ടുള്ള വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ അമ്മയുടെ ഫാമിലീനായിട്ടുള്ള വീഡിയോസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ വളാഞ്ചേരിയാണ് എൻ്റെ അമ്മയുടെ ഫാമിലി എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ വളാഞ്ചേരിനോട് എനിക്കൊരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം ഇവിടെയായിരുന്നു ഞാൻ അധിക സമയം ഉണ്ടായിരുന്നത്. വെക്കേഷൻ സമയങ്ങളിലൊക്കെ ഞാൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു. അച്ഛൻ്റെ വീട് വട്ടംകുളമാണ് വരുന്നത്, എടപ്പാൾ വട്ടംകുളം. കുറച്ച് ഉള്ളിലേക്കുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അവിടെ അച്ഛൻ നല്ല ഭംഗിയുള്ളൊരു തറവാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അവിടെ പാടത്ത് ഞാറ് നടലാണ്. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഈ സംഗതി ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് പുതുമയുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്കേഷൻസിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു. അല്ലാതെ ഞാനും എക്സൈറ്റഡ് തന്നെയാണ്. ഞാനിങ്ങനെ കൂടുതൽ പറഞ്ഞ് ചളാക്കുന്നില്ല. ഞാൻ ഈ ഞാറ് നടുന്നൊക്കെ കാണാൻ ഞാൻ കുറച്ച് ത്രിൽഡ് ആൻഡ് എക്സൈറ്റഡ് തന്നെയാണ്. എന്താണ് ഈ പരിപാടി എന്നുള്ളതൊന്നും മുഴുവൻ കാണുന്നത് അത്ര അധികമൊന്നും ഞാനും കണ്ടിട്ടുണ്ട് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്. പക്ഷെ എന്നാലും അത് നല്ല രസമുള്ളൊരു കാഴ്ചയല്ലേ. അപ്പോൾ നമ്മളെല്ലാ സമയവും ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ പാടത്ത് ഞാറ് നടാറുണ്ട്. അതിന്ന് നെല്ലൊക്കെ പുഴുങ്ങി നമ്മൾ ചോറൊക്കെ അതിൽ നിന്ന് എടുത്ത് നമ്മൾ വീട്ടിൽ കുറച്ച് കാലം പിന്നെ എന്തൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ വട്ടംകുളം പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ്റെ വീടും അച്ഛൻ്റെ ഫാമിലിയും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇനി സമയം കളയണ്ട, വെൽക്കം ടു yet another episode of തനി മലയാളീസ് പ്രഹസനം. ബെയിലി ഇവിടെ റെസ്റ്റിലാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമാണല്ലോ ബെയിലി. എന്താണ് പുറത്ത് മഴയും രാത്രി ഉറക്കമൊക്കെ അടിപൊളിയായിട്ട് രാവിലെ അതിൻ്റെ ഒരു ക്ഷീണമാണ് അല്ലേ കുഞ്ഞിമ്മ? എന്താണ് ശൊത്തുമ്മ? നീ വരുന്നുണ്ടോ വട്ടംകുളത്തേക്ക്? നമ്മളിങ്ങനെ ഇരുന്നാലേ ഇവൻ അടുത്ത് വന്നിരിക്കും. അത്ര ഇഷ്ടമാണ് ഇങ്ങനെ മേല്. ഇവളടുത്ത് വന്നിരിക്കും. അത്ര ഇഷ്ടമാണ് മേലിങ്ങനെ ഒട്ടി കിടക്കാൻ അല്ലേ. ഞാൻ പോവാണ്, എനിക്ക് റെഡിയാവാൻ പോകണം. ഓക്കെ, നീ വരുന്നുണ്ടോ? ടാറ്റാ. പോവാ. ഇവൾക്ക് നല്ലോണം മലയാളം മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് കണ്ടാണ്ടല്ലോ ഒരു രക്ഷയില്ല. പോവാ ഉണ്ടോ? ഉണ്ടോ? പോവാ, റെഡിയായി. പോവാ വേലി, പോവാ. നോക്കിക്കണേ, കൊണ്ടുപോവാട്ടാ. ഞാൻ റെഡിയായി വന്നിട്ട് കൊണ്ടുപോവാം. പാവം, വെറുതെ ഒരു ആശ കൊടുത്തു. മനസ്സിലായി പറ്റിച്ചതാന്ന് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ മലയാളം നന്നായിട്ട് മനസ്സിലാവും. ഒരു ഗ്ലാസ് ലൈറ്റ് ചായ കുടിച്ച് നമുക്ക് ദിവസം തുടങ്ങാം കേട്ടോ. അമ്മയും അച്ഛനും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലേറ്റായി, എനിക്ക് അത് അടി കിട്ടും. അതുകൊണ്ട് കൂടി പോയിട്ട് പെട്ടെന്ന് റെഡിയാവാം. അച്ഛാ ബെയിലിനെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ബെയിലിനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ റെഡി ആവട്ടെ പെട്ടെന്ന്. അച്ഛൻ കണ്ടോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് വരിയിട്ട് റെഡി ആവട്ടെ. നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എന്താണുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് അവിടെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡ്രസ്സിനെയും എൻ്റെ ഏറ്റവും വലിയ ഡ്രസ്സിൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനുമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇവിടെയുള്ള സമയത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓരോ ദിവസം ഞാൻ എന്തൊക്കെയോ ആണ് ഇടുന്നത്. നാട്ടിൽ വന്നാൽ എനിക്ക് ഏറ്റവും ആദ്യം വരുന്ന പ്രശ്നങ്ങളിലൊന്നാണ് സ്കിന്നും മുടിയൊക്കെ കുറച്ച് മോശമാവുക എന്നുള്ളത്. വെതർ ചേഞ്ച് ഒക്കെ ആയിരിക്കും റീസൺ. എൻ്റെ സ്കിന്നിനെ പറ്റിയ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ അവിടുന്ന് ഉപയോഗിച്ച് തെളിഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൽ അത്ര വർക്ക് ആവാറില്ല. പറഞ്ഞ പോലെ രണ്ട് സ്ഥലത്തും രണ്ട് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. നാട്ടിൽ വന്നാൽ അതുകൊണ്ടൊരു പുതിയ സെറ്റ് ഓഫ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് വാങ്ങിക്കുക എന്നുള്ളത് എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ള കാര്യമാണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും ഒക്കെ ഒരുപാട് പേര് ഉപയോഗിച്ച് നല്ല റിവ്യൂ കേട്ടിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഡെർമാവൈവിൻ്റെ ക്ലെൻസറും ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസറും. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് ആവുന്നേ ഉള്ളൂ. എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ സോപ്പ് ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. പിന്നെ ഈ ഒരു ക്ലെൻസറിൽ നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിൽ നന്നായിട്ട് മോയ്സ്ചർ ലോക്ക് ചെയ്യാനും സ്കിന്ന് റീഹൈഡ്രേറ്റ് ചെയ്യാനൊരു ചാൻസും കൊടുക്കും. ഇടയ്ക്ക് എൻ്റെ സ്കിന്നിൽ കുറച്ച് എക്സീമ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ മൊത്തമായിട്ട് പോയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. കുറച്ച് സെൻസിറ്റീവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്കിൻ. സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നിനും ഈ ഒരു പ്രൊഡക്റ്റ് നന്നായിട്ട് സ്യൂട്ടാവുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. മോയ്സ്ചറൈസിങ്ങിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള ന്യൂട്രിഡെർമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയധികം പോസിറ്റീവ് റിവ്യൂസ് നിങ്ങൾ തന്നെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ വൈറ്റമിൻ ഇ സ്കിന്നിലുണ്ടാക്കുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അതും ഞാൻ പറയേണ്ട ആവശ്യമില്ല.
പുതിയതായി ഒരു പ്രൊഡക്റ്റ് സ്കിന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ലോങ്ങർ ടേം ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് സ്കിന്നിൽ ബെനിഫിറ്റ്സ് കാണാം. ലോങ്ങർ ടേം വൈറ്റമിൻ ഇ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആക്നെ സ്കാർസ് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈപ്പർ പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്ഫുൾ ആണ്. മാത്രമല്ല നമുക്ക് ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ മേക്കപ്പ് ബേസ് ആയിട്ടും അടിപൊളിയാണ് കേട്ടോ. ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെർമാവൈവ് ന്യൂട്രിഡേമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാതെ ആമസോൺ നൈക്കയിലും ഉണ്ട്. മാമി ഒരു ഐലൈനർ കടന്നിട്ടോ? എൻ്റെ ആ ഫുൾ സെറ്റ് ഞാൻ വിഷ്ണുവിൻ്റെ വെച്ച് മറന്നു. പലതും വെച്ച് മറക്കും. തരുമോ? അറിയില്ല, നിങ്ങൾക്ക് കൊറിയർ ചെയ്യാനുള്ളൊരു അവസരം ഞാൻ തരുന്നതാണ്. അമ്മ മുടിയൊക്കെ വെച്ച് തുടങ്ങി. മുടി കെട്ടി തുടങ്ങി. ഈ സംഗതി കൊള്ളാട്ടോ. ഇത് ഞാനും എൻ്റെ മുടിക്ക് ചേരുന്ന ഒരു കളർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാരിയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് വെക്കാൻ നല്ലായിരുന്നു. തരൂ ഗേൾ ഐലൈനർ. സ്കിന്നിന് മാത്രമല്ല മുടിക്കും അത്യാവശ്യം ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഹ്യൂമിഡിറ്റി ഡിഫറൻസ് തന്നെയായിരിക്കും കാരണം. മുടി ഒന്നും കൂടെ ബും എന്ന് പറഞ്ഞ് നിൽക്കാറുണ്ട്. പക്ഷെ സാരമില്ല, നമ്മുടെ ഈ കണ്ട ടൂൾസ് എല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ച് നമുക്ക് ഇവനൊരു പിടുത്തം പിടിക്കാം. ഏകദേശം ഒരു 1.5 മാസം മുന്നേ നമ്മൾ ആംസ്റ്റർഡാം വെച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ബ്രസീലിയൻ ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പൊതുവേ എനിക്ക് മുടി സ്ട്രൈറ്റൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വളരെ കുറവാണ് കേട്ടോ. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിൽ വന്നപ്പോൾ ഒന്ന് സെറ്റ് ചെയ്തൊന്ന് എടുക്കുന്നേ ഉള്ളൂ. ഇത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് കേട്ടോ. എപ്പോഴെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ പുറത്ത് റെഡിയാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിപ്പോൾ എപ്പോഴും ലാസ്റ്റ് മൊമെൻറ്റിക്ക് ഇങ്ങനെ വെക്കും. അപ്പം അമ്മ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് തീർക്കാൻ വേണ്ടി അമ്മ എനിക്ക് ഭക്ഷണം എപ്പോഴും തരാറുണ്ട്. ഇന്ന് പതിവിൽ വിപരീതമായി ഞാനാണ് കേട്ടോ ആദ്യം റെഡിയായത്. അപ്പോൾ ഞാനൊന്ന് തറവാട്ടിൽ പോവാണ്. ദീമേമ ഉണ്ട് അവിടെ. അപ്പം ഞാൻ ഓണത്തിന് എല്ലാവർക്കും സെറ്റ് സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീമേമയ്ക്കുള്ള സെറ്റ് സാരി നമുക്കിപ്പോൾ കൊടുക്കാം. അങ്ങനെ ഞാൻ റെഡിയായി. അച്ഛൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ റെഡിയായിട്ട് ഇറങ്ങണതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ വാങ്ങിയ സാരി ഒന്ന് ദീമേമയ്ക്ക് കൊടുത്തിട്ട് വരാം. പ്രീതമേമ ഒന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്, കാണാൻ പറ്റുമോ അറിയില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു സമയം കിട്ടിക്കഴിഞ്ഞപ്പോൾ കുത്താമ്പള്ളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും നമ്മുടെ 2 അനിയത്തിമാർക്കും പിന്നെ വിഷ്ണുവിൻ്റെ അമ്മയ്ക്കും അപർണയ്ക്കും ഞാനൊരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിറന്നാൾ ഓണ സമയത്തൊക്കെ ഈ ഒരു പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അമ്മയുടെ 2 അനിയത്തിമാരും അമ്മ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതായത് എൻ്റെ കസിൻസിനും എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കലാപരിപാടി. മുന്നേ കുറച്ച് കൂടുതൽ ഇഷ്ടമായിരുന്നു. കാരണം ഈ ഓണത്തിനും പിറന്നാളിനും മാത്രമായിരുന്നു, വർഷത്തിൽ 1-2 തവണയായിരുന്നു പുതിയ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. എടപ്പാളെന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വട്ടംകുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നീലിയാട് ഉണ്ട്. നീലിയാടാണ് എൻ്റെ അച്ഛൻ്റെ വീട് വരുന്നത്. എനിക്ക് എപ്പോഴും മുന്നേ ഇവിടെ വരാൻ വേണ്ടി ഇഷ്ടമായിരുന്നു കേട്ടോ. കാരണം അധികം ഈ പറഞ്ഞതുപോലെ വെക്കേഷൻ സമയത്തൊക്കെയാണ് വരിക. അപ്പോൾ അധികം പഠിക്കാനൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മളിങ്ങനെ ഓരോരോ കസിൻസിനെ കാണാനും പിന്നെ അവരുടെ ഒപ്പം കുറേ ഗെയിംസ് കളിക്കാനും ഒക്കെയാണല്ലോ മെയിൻ കാര്യം. അപ്പോൾ എനിക്കിവിടെ വരുന്നത് എപ്പോഴും ഇഷ്ടമായിരുന്നു. അപ്പോൾ ദേ ഇതാണ് എൻ്റെ അച്ഛൻ്റെ വീട്, അല്ലെങ്കിൽ എൻ്റെ തറവാട്. ഏകദേശം ഒരു 10-40 വർഷം പഴക്കമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് ടൈൽസ് ഇടുക, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മാറ്റി പണിയുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളാഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമല്ലേ, അതേപോലെയാണ് അച്ഛന് വട്ടംകുളം നീലയാട് എന്നൊക്കെ കേൾക്കുമ്പോൾ. ഇതാണ് അച്ഛൻ ജനിച്ചു വളർന്ന വീടല്ലേ അച്ഛാ? ആണോ? ഇവിടെ ആയിരുന്നു അച്ഛൻ? കുറച്ചായിട്ടല്ലേ വീടുണ്ടാക്കിയത്? 2 ദിവസം മുന്നേ എൻ്റെ കസിൻസ് ഇവിടെ തിരുവാതിര കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നിട്ട പൂക്കളാണ് ഇത്. അമ്മയ്ക്ക് ഈ വീട്ടിലെ നല്ലൊരു ഓർമ്മ പറയൂ. ഓ ശരി, ഇവിടെ നമ്മുടെ കാല് വീണ് പൊട്ടിയത്. രോഹിത്തിന്റെ പിന്നാലെ അമ്മ രോഹിത്തിനെ പിടിക്കാൻ വേണ്ടി ഓടിയതായിരുന്നു. അപ്പോൾ കാല് പൊട്ടി കിടപ്പില്ലായി. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ്റെ വീട്, എൻ്റെ തറവാട്. വളാഞ്ചേരി നമുക്കധികം തെങ്ങാണെങ്കിൽ ഇവിടെ നമുക്കധികം കഴുങ്ങാണ്. അടയ്ക്ക ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി ഞാൻ എൻ്റെ വെക്കേഷൻ സമയത്തും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ആയിരുന്നു അധികം വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് തുടക്കത്തിൽ ഒരു ചെറിയൊരു നായക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതല്ല, ഗംഭീരൻ വില്ലനായിരുന്ന നായക്കുട്ടിയായിരുന്നു. ജിമ്മി എന്നായിരുന്നു പേര്, ഡോബർമാനായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള കൂടായിരുന്നു ഇത്. പുള്ളിക്ക് ശേഷം പിന്നെ ഇവിടെ വേറെ പെറ്റ്സ് ഒന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പുള്ളി ഒരു ജഗജില്ലാടിയായിരുന്നു. പുള്ളി ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പോവും, പിന്നെ വീട്ടിൽ തന്നെ തിരിച്ചു വരും. അങ്ങനെ ആർക്കും പിടിച്ചാൽ കിട്ടാത്ത ഒരു പട്ടിക്കുട്ടിയായിരുന്നു. ഇത് തൊഴുത്താണ് കേട്ടോ. ഇവിടെ പശു ഉണ്ടായിരുന്നു ആദ്യം. എൻ്റെ ഓർമ്മയിൽ ഇവിടെ 2-3 പശുവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ട് നമ്മൾ വൈക്കോലൊക്കെ കൊടുക്കുമായിരുന്നു.
പിന്നെ ഇവിടെ ഒരു ഒരലുണ്ടായിരുന്നു നമുക്കിങ്ങനെ അരിയൊക്കെ ഇടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ കാണുന്ന ഡോറില്ലേ, ഇത് നമുക്കിങ്ങനെ അരി, നെല്ല്, ആ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് തൊഴുത്തിൻ്റെ ബാക്കിൽ ഒരു ചാണകക്കുണ്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചാണകങ്ങളൊക്കെ എടുത്ത് വെച്ച് പിന്നെ അത് വളമാക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെയായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് തൊഴുത്ത്. ഇവിടെ സൈഡിലായിട്ട് ഇതെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അച്ഛാ ഇതെന്തായിരുന്നു ഈ സ്ഥലം? അച്ഛാ ഈ സ്ഥലം എന്തായിരുന്നു? ഈ സ്ഥലം ഇവിടെ അപ്പോൾ അതായിരുന്നു ഈ ഒരു സ്ഥലം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇന്റർലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പം എടുത്തിട്ടതാണ്. ഇവിടെ ഇങ്ങനെ ഒരു ഏർത്തിൻ്റെ ഒരു സംഗതി ഉണ്ടായിരുന്നു നമുക്ക്. അവിടെയാണ് അമ്മ വീണിട്ട് നമ്മുടെ കാല് കുട്ടിയത്. ആൻഡ് പുറത്ത് നമുക്ക് ഇവിടെ ഒരു ടോയ്ലറ്റും ഉണ്ട്. ഇതാണ് ഈ ഒരു സൈഡ്. നമുക്കിവിടെ അധികം നേരം നിൽക്കാൻ സമയമില്ല. നമ്മുടെ പാടത്ത് ഞാറ് നടാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി നമ്മൾ വീടിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ നമുക്ക് ഒരു കാർ ഷെഡ് ഉണ്ട് കേട്ടോ. കാർ ഷെഡ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജീപ്പായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. ജീപ്പിൻ്റെ മുകളിൽ എൻ്റെ ഫസ്റ്റ് കസിൻ ഉണ്ട്, രമ്യ എന്ന് പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ കളിച്ചിരുന്നൊക്കെ ഒരു സ്ഥലമായിരുന്നു. നമുക്ക് ചെറുപ്പത്തിലെ ചില മെമ്മറീസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് അറിയില്ലേ, അങ്ങനെ കുറേ മെമ്മറീസ് എനിക്കിവിടെ ഓരോരോ സ്ഥലത്ത് വരുമ്പോഴും എനിക്കുണ്ട് കേട്ടോ. കുറച്ച് വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുള്ള ഓർമ്മകൾ കുറേയൊക്കെ ഇല്ല എന്നുണ്ടെങ്കിലും ചെറുപ്പത്തിലെ പല മെമ്മറീസും ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴാണ് എനിക്ക് തോന്നാറ്. ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ ഒരു കിണറുണ്ട്. ഇവിടെ കെൻറ്റിങ്കര. ഇങ്ങനെ പാടത്ത് പോയിട്ട് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ചിട്ട് വരുമല്ലോ, ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ടും വരും. അപ്പോൾ വന്നതിന് ശേഷം ഈ കെൻറ്റിങ്കരയിൽ നിന്നിട്ട് നമ്മൾ കുളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ രോഹിത്തൊക്കെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത്, 3ാം ക്ലാസ് 4ാം ക്ലാസ് സമയത്ത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളിമുറിയുണ്ട്. പിന്നെ നമ്മുടെ കുളി കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഈ ഒരു കുളിമുറിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ചും കൂടെ ഇപ്പോൾ നമ്മൾ കുറച്ച് നിലത്തിങ്ങനെ ഇൻ്റർലോക്ക് ഇടുക, അതേപോലെ തന്നെ കുറച്ച് പെയിൻറ്റ് ചെയ്യുക, റൂം മാറ്റമൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് കുറച്ചും കൂടെ നമ്മുടെ പഴയ കാലത്തെ പോലെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ടാങ്ക് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ടാങ്കിലും മോട്ടറിലും പ്രശ്നം വന്നിട്ട് ഇവിടെ ഒരു കോണി ഉണ്ടായിരുന്നു. ആ കോണി വഴി നമ്മൾ മുകളിൽ കയറിയായിരുന്നു. അതൊക്കെ എൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വെക്കേഷൻ മെമ്മറീസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടംകുളം വീടിൻ്റെ പുറത്തെ ഏകദേശം ചുറ്റുപാട്. അച്ഛൻ്റെ റിലേറ്റീവ്സ് നമുക്കിവിടെ ചുറ്റുമുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഫസ്റ്റ് കസിൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ ആദ്യം പോണേ. ഇവിടെ എൻ്റെ കസിൻസിൻ്റെ ഒരുപാട് പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ദൂരെ ആകുമ്പോൾ എല്ലാ കല്യാണം അറ്റൻഡ് ചെയ്യാൻ ഉള്ളൊരു നിർവാഹം ഉണ്ടാവില്ല. ലൈക്ക് ഇന്നേ നമുക്ക് മിസ് ചെയ്യുക തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞവർ വൈഫിനെ ഞാൻ ഇത്ര കാലമായിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അവരെയൊക്കെ നമുക്ക് പോയി കാണാം. ഈ വഴി നേരെ പോകുന്നത് പാടത്തേക്കാണ് കേട്ടോ. അപ്പോൾ പാടത്ത് ഞാറ് നടാൻ ആൾക്കാർ എത്തിയോ അച്ഛാ? എത്തിണ്ടാവും. പക്ഷെ അച്ഛന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം അങ്ങോട്ട് പോകാനെന്നാണ് പറഞ്ഞത്. അച്ഛൻ നടണ്ടോ ഞാറ്? അപ്പ അച്ഛൻ വരില്ലേ? എന്നാ ഞാൻ ഇവിടെ നിന്ന് കയറിയിട്ട്. ഇത് അച്ഛൻ്റെ ഫസ്റ്റ് കസിൻ്റെ വീടാണ് കേട്ടോ. അതായത് അച്ഛമ്മയുടെ ചേച്ചിയുടെ മകൻ്റെ വീട്. അച്ഛൻ്റെ കസിൻസും റിലേറ്റീവ്സും ഒക്കെ കുറേ പേര് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ചുറ്റും തന്നെ ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇവിടെയൊക്കെ വരുമ്പോൾ കിട്ടുന്നൊരു ഫീല്. ആൾക്കാർ കുറച്ചും കൂടെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് ഓപ്പണായി സംസാരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടും ടൈം സ്പെൻഡ് ചെയ്യാനും. ഇനി ഇവിടുന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ കേട്ടോ പാടത്തേക്ക്. പാടത്ത് അവിടെ ട്രാക്ടറിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മ നടന്നോ 2 ഞാറ്? കണ്ടിട്ട് കാര്യമില്ല, നട്ടിട്ടുണ്ടോ? ഞാൻ നടാൻ പോകും. ഞാൻ നട്ട ഒരു ഞാറ് പിടിക്കുമെന്ന് എനിക്കറിയണം. ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോഴേ സമ്മർ ടൈമിലല്ല അധികം ഇവിടെ വരിക. അതുകൊണ്ട് ഈ കാണുന്ന കണ്ടത്തിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ഇവിടെ കുറേ എൻ്റെ കസിൻസ് എല്ലാവരും ഓൾമോസ്റ്റ് ആൺകുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ കളിക്കാൻ കൂട്ടില്ലായിരുന്നു. ഞാൻ ട്രൗസറും ടീഷർട്ടും ക്യാപ്പും ഒക്കെ വെച്ച് ഇറങ്ങായിരുന്നു. ഓർമ്മ ഉണ്ടോ നമുക്ക്? എന്തോർമ്മ, അനാവശ്യമായ ഓർമ്മകളൊക്കെ ഇതിനെ നമ്മൾ ഓർക്കുന്നില്ല. ഇതാണ് നമ്മുടെ പാടം. ഇവിടെ എത്തിയപ്പോൾ വല്ലാത്തൊരു മണം കേട്ടോ. അമ്മ പറയണ ഈ മണം ചേറിൻ്റെ മണമാണ് എന്ന്. ചേർ ഇതല്ലേ ചേറ്? ഇത് നമ്മളെ കണ്ട ഇതാണ് നമ്മുടെ കണ്ടട്ടോ. ഇവിടെയാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രാക്ടർ വെച്ച് പൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞാറ് നടും അല്ലേ? കണ്ടോ? എനിക്കറിയാം. അമ്മയ്ക്കിതൊക്കെ അറിയോ? ഞാറ് നട്ട് പിന്നെ ഏകദേശം എത്ര മാസം കഴിഞ്ഞാൽ അത് നെല്ലാവും? 3-4 മാസം കഴിഞ്ഞാൽ നെല്ലാവും. നെല്ലെടുത്ത് നമ്മൾ പുഴുങ്ങും.
ബാക്കി നമ്മൾ വൈക്കോലായി ഉപയോഗിക്കും. അങ്ങനെയുള്ള ഒരു പരിപാടിയാണിത്. ഇത് ഞാറ് നട്ടതാണ്, പാവിയതാണ്. അങ്ങനെയാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്നിട്ട്. അച്ഛൻ നല്ല ചുമ്മാ എന്നോട് ചോദിച്ചതാണ്, ഇന്നിവിടെ ഞാറ് നടുന്നുണ്ട്, നീ വരുന്നോ കാണാൻ വേണ്ടിയിട്ടെന്ന്. ഞാനൊരു കിഡ്ലൻ ഡിസിഷനാണ് എടുത്തത് പോവാന്നുള്ളത്. മൊത്തത്തിലുള്ള ആ ഒരു ഫീലും വൈബും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറിച്ചിട്ട് അകത്തി നടും. വഴിക്ക് വിടില്ല, ഞാൻ മെല്ലെ നടക്കണം. ഇവിടെ ഇഷ്ടം പോലെ കൊക്കുണ്ട്, കൊക്ക്. ഇത് നട്ടതല്ലല്ലോ, നടാൻ വെച്ചതല്ലേ. എൻ്റെ അമ്മ പൊതുവേ കുറച്ച് സൈലൻ്റായി, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ സംസാരിക്കാനോ അതിനൊന്നും ഓരോ ആൾക്കാർ ഓരോ പോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ കുറച്ച് കമൻസൊക്കെ അമ്മ ശ്രദ്ധിച്ചായിരുന്നു, അമ്മ ഭയങ്കര റൂഡാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ എന്നോട് പറയുമായിരുന്നു, വീഡിയോ എടുക്കുമ്പോൾ പറയണം, അമ്മയ്ക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മ വലിയ മുതലാളിയാ, കണ്ടം മുതലാളി അല്ലേ. അമ്മ ചിരിച്ച നമ്മുടെ ഇവിടെ കവിള് വേദനിക്കും. അമ്മ ബൈ ഡിഫോൾട്ട് അങ്ങനെ ചിരിക്കാത്ത ഒരാളാണ്. നിങ്ങളെല്ലാം കമന്റ് ഇട്ട് അമ്മേനെ ചിരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് കവിള് വേദന വന്നാൽ ആര് സമാധാനം പറയും? ഈ കണ്ടം കഴിഞ്ഞോ പൂട്ടിയിട്ട്? ഇതാരുടെ കണ്ട? ഇതെന്തേ കവറ്? ഇതൊക്കെ നമ്മുടെ കണ്ട? വാവ്. ആൾക്കാര് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ അവര് കഴിച്ചിട്ടൊക്കെ വേണം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ട ചെരുപ്പ് അത്ര സ്യൂട്ടബിൾ ചെരുപ്പല്ല, എൻ്റെ കാല് താന്നു പോണു. അപ്പൊ ഇവിടെ വല്ല സ്ലിപ്പറും കിട്ടുമെന്നുള്ളതും കൂടെ എനിക്കൊന്ന് നോക്കണം. തൽക്കാലം നമുക്ക് വീട്ടിൽ പോയിട്ട് ഒരു സ്ലിപ്പറൊക്കെ കിട്ടുമോ നോക്കി തിരിച്ചു വരുമ്പോഴേക്ക് ഇവരുടെ ഫുഡ് കഴിക്കല് തീർന്നിട്ടുണ്ടായിരിക്കും. അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കൈക്കോട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൈക്കോട്ട് എന്നല്ല എല്ലാ സ്ഥലത്തും പറയാ. കൈക്കോട്ട് ഇങ്ങനെ കിളയ്ക്കണ സാധനം തൂമ്പ, നമ്മളവിടെ കൈക്കോട്ട് എന്ന് പറയും. കൈക്കോട്ട്, അരിവാള് ഒക്കെ നമ്മുടെ ഭാഷയാണല്ലോ. പിന്നെ അപ്പോൾ അച്ഛൻ ഇനി കിളയ്ക്കാൻ വേണ്ടി പോവാണ്. അച്ഛാ ഒരു ഹായ് പറയോ? അച്ഛന് കൃഷി ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലിപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ മാത്രമേ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ പച്ചക്കറികളാണുള്ളത് എന്നുള്ളത് എനിക്ക് തന്നെ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല. അച്ഛൻ്റെ ഈ കൃഷിനോടുള്ള ഇഷ്ടം എനിക്കും രോഹിത്തിനും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ചില ആൾക്കാർക്ക് നല്ല കൈപ്പുണ്യം എന്ന് പറയില്ലേ. അച്ഛൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നടുവൊക്കെ ആണെങ്കിൽ എപ്പോഴും അത് നല്ലോണം ഉണ്ടാവും കേട്ടോ. ഞാൻ എപ്പോഴും ആംസ്റ്റർഡാമിൽ നിന്ന് വരുമ്പോൾ അച്ഛനോട് തക്കാളിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ വിത്ത് കൊണ്ടുവരാൻ വേണ്ടി പറയാറുണ്ട്. കുറച്ച് നേരം അതെല്ലാം നോക്കി നിന്നപ്പോഴേക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ ചെറിയൊരു തോട് പോലത്തെ സംഗതി ഉണ്ട് കേട്ടോ, കാണാനുണ്ടോ? അവിടെ ഞാൻ തോർത്തായിട്ട് പരൽമീൻ പിടിക്കാൻ വരുമായിരുന്നു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ചില സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരില്ലേ, അങ്ങനെ എനിക്ക് ഓർമ്മയിൽ വന്ന കാര്യങ്ങളാണിത്. അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അമ്മ പറയാ അച്ഛന് ഒരാളെ നിർത്തി ചെയ്താൽ പോരെയെന്ന്. അതിനുള്ള മറുപടി അമ്മ തന്നെ പറഞ്ഞു, അച്ഛന് കൃഷിനോടുള്ള താല്പര്യമാണ്. അല്ല അമ്മ, പിന്നെ എന്തിനാ അച്ഛൻ ഒരാളെ നിർത്തി ചെയ്യിക്കുന്നവർക്ക് താല്പര്യം ചെയ്യണോണ്ടല്ല, ഊരവേദനയും കൈവേദനയൊക്കെയാണ്. പക്ഷെ അച്ഛനറിയാലോ, അച്ഛന് താല്പര്യമുണ്ടല്ലോ അച്ഛൻ ചെയ്യണേ, ചെയ്യട്ടെ. ഈ കണ്ടം നേരിയ സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ ചളിയോ? അമ്മ മുന്നേ ഇവിടെ വരുമ്പോ ഈ കണ്ട പാടം മുഴുവൻ നടന്ന് നമുക്ക് അപ്പുറത്തൊരു ഇടവഴി പോലത്തെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് പിന്നെയും നമ്മൾ നടന്ന് നീലിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബസ് കയറി എടപ്പാൾ പോയി, എടപ്പാളിൽ നിന്ന് ബസ് എടുത്ത് വളാഞ്ചേരി പോയി, വളാഞ്ചേരിയിൽ നിന്ന് നടന്നിട്ടോ ഓട്ടോയിലോ ആണ് അമ്മ സ്കൂളിൽ പോയിരുന്നത് മുന്നേ അല്ലേ. ചിരി വിട്ടാൽ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, ചിരി വിട്ട് പറഞ്ഞുള്ളൂ. നമ്മളധികം വളാഞ്ചേരി ആയിരുന്നു, കാരണം അമ്മടി അച്ഛൻ്റെയും സ്കൂൾ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളധികം ഒന്നെങ്കിൽ വീക്കെൻഡ്സ് ഇവിടെ വരും, ശനി ഞായറും, പിന്നെ അല്ലെങ്കിൽ വെക്കേഷൻ സമയത്തൊക്കെ വരും. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മ എന്നെ ക്യാരി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അമ്മ വളാഞ്ചേരി തന്നെ ആയിരുന്നു അല്ലേ. ചിരി കഴിഞ്ഞാലും അമ്മ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞ കഥകളാണ് പറയണത്, ശരിയല്ലേന്ന് ഞാൻ ചോദിക്കണം അല്ലേ. അങ്ങനെയാണ് വട്ടംകുളത്തിന്റെ ഒരു ചരിത്രം. ഇവിടെയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു കേട്ടോ. നമ്മളല്ല, അവര് കളിക്കായിരുന്നു. ഞാൻ ഇവിടെ ഒരു ചാൻസിനും ഒരു ബോളിനും ഒരു ബാറ്റിനും വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അത് ரொம்ப ഹെൽപ്ഫുൾ ആകുമേ. தமிழ் பேசுறாங்க, இங்கிலீஷ் நல்லா
இன்னும் எங்க தமிழ் நல்ல தமிழ் அல்ல, ஆனா கேட்கறதுக்கு கொஞ்சம் எனக்கு தெரியும். மூவி எல்லாம் பார்த்ததுக்கு அப்புறம் கொஞ்சமா பேசவும் எனக்கு தெரியும். எங்க ஊர்ல இருக்கு. ஐஸ்வர்யாவா? ஆஹா. எங்க நீங்க ஊரங்க? தஞ்சாவூர். ட்ரெஸ் உங்களுக்கு சூப்பரா இருக்கு. ஓ தேங்க் யூ. நீங்களும் தஞ்சாவூரா? എങ്ങനെയുണ്ട് എൻ്റെ തമിഴിലുള്ള പ്രാഗൽഭ്യം? ചുമ്മാ എനിക്ക് തമിഴൊന്നും സംസാരിക്കാൻ അറിയില്ല കേട്ടോ. ചുമ്മാ ഇവരെല്ലാം സംസാരിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ എന്തൊക്കെ അറിയുമെന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. ഈ ഞാറ് നടന്ന സമയത്ത് പാട്ട് പാടുമെന്ന് അറിയില്ലേ, ആ പാട്ട് അറിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എൻ്റെ ചോദ്യം കൂടി അവരുടെ ഉത്തരം കൂടി അങ്ങനെ തമിഴിൽ ഞാൻ അറിയാത്ത തമിഴിൽ എന്തൊക്കെയോ പറഞ്ഞു. ഞാറ് നടുമ്പോൾ ഒരു പ്രത്യേക പാട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരോട് പാടാൻ പറ്റുമോ അറിയുമോ എന്നൊക്കെ ചോദിച്ചു. അവർ പാടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടീം ഫുൾ സെറ്റ് ആയതായിരുന്നു. പക്ഷെ ട്രാക്ടറിന്റെ ശബ്ദം കാരണേ കേൾക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി തിരിച്ച് വന്നതിന് ശേഷം അവർ പാടാന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ അതേ അവർ നടാനുള്ള ഞാറ് വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ ഇവിടുത്തെ ഒരു ഫീല്? നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് നല്ല നാട്ടിൻപുറത്തെ ഫീലൊക്കെ ആയി നല്ല ഒരു രസമുണ്ട്. നമ്മളിന്നും കാണുന്ന കാഴ്ചയല്ലല്ലോ ഇതെല്ലാം. അപ്പോൾ എനിക്ക് നല്ല പുതുമ തോന്നുന്നുണ്ടായിരുന്നു ഞാൻ കാണുന്ന കാഴ്ചകളിലും. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അച്ഛൻ ഇവിടെ കിളക്കണേൻ്റെ ഇടയിൽ 2 സ്കൂളിൽ പോണ പിള്ളേർ വന്നിട്ട് തനിമലയാളിയുടെ അച്ഛനല്ലേ എന്ന് ചോദിച്ചു. അച്ഛന് ദേഷ്യം വന്നു. അച്ഛൻ്റെ നാട്ടിൽ വന്നിട്ട് അച്ഛനാരാന്ന് ചോദിക്കണില്ലേ. മമ്മി മമ്മി അമ്മ എന്താണ്? തൽക്കാലം നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അവർ ഞാറ് നടാൻ എന്നോടും കൂടെ വരാൻ പറഞ്ഞു. കാണാനൊക്കെ രസമുണ്ട്, പക്ഷേ ഉണ്ടല്ലോ നമ്മളെ കൊണ്ട് ഓരോരുത്തർക്കും ഓരോ പരിപാടി പറ്റുമല്ലോ. അവർ നല്ല അടിപൊളിയായിട്ട് ആ കാര്യം ചെയ്യുന്നുണ്ട്. അവരത് ചെയ്യട്ടെ. എനിക്കിങ്ങനെ മേല് മണ്ണാവണത് എൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കും കേട്ടോ. മേല് മണ്ണാവണത് എനിക്ക് കുറച്ചിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത്ര അങ്ങോട്ട് ശരിയാവില്ല. ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാൽ നമ്മളെല്ലാം ചെയ്യും. പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ലഞ്ച് നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നത് കേട്ടോ. ഇവിടെ അടുത്ത് ഒരു ദേവേട്ടൻ്റെ കടയുണ്ട്. ഞാൻ അവിടുത്തെ വലിയ ഫാനാണ്. സാധാരണ നാട്ടിലേക്ക് എല്ലാവരും വരുമ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ഓരോരോ കറികൾ, അമ്മമ്മ ഉണ്ടാക്കുന്ന ഓരോ കറികളൊക്കെ നമുക്ക് മെമ്മറി ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ എനിക്കുള്ളതാണ് വന്ന ഉടനെ ദേവേട്ടൻ്റെ കടയിലെ ചിക്കൻ. അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കുമരനെല്ലൂർ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് വീട്ടിൽ പോവുകയാണ്. നമുക്കിവിടെ 1-2 റിലേറ്റീവ്സിൻ്റെ വീട്ടിലും കൂടെ പോവാം. എല്ലാവരെയും ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. പൊക്കി പിടിക്കുന്നുണ്ട്. ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓർമ്മകളൊക്കെ എനിക്ക് വട്ടംകുളത്താണ്. കാരണം നമ്മുടെ വീട്ടിൽ അമ്മയും വെല്ലച്ചനും പൊതുവേ നമ്മളെല്ലാവരും കുറച്ച് പേടിക്കാരാണ്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി അല്ല, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തൊട്ടപ്പുറത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും വലിയ ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട എന്നാണ് അമ്മയൊക്കെ പറയാറ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനും ഒക്കെ പൊതുവേ നമ്മളെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ ഓക്കെ ചെയ്യാം എന്നുള്ള മറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് മൊത്തത്തിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇടവഴിയിലാണ് ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചത്. ഓർമ്മ ഉണ്ടോ അമ്മയ്ക്ക്? എന്തോർമ്മ? അമ്മ എന്നോട് പറയായിരുന്നു ഇരുന്ന് പാകപ്പെടട്ടെ എന്നിട്ട് സ്കൂട്ടർ എടുക്കാമെന്ന്. അമ്മയ്ക്ക് പേടിയായിരുന്നു ഞാൻ വീഴുമെന്ന് കേട്ടോ. സ്വാഭാവികം, എല്ലാ അമ്മമാർക്കുള്ള പേടി. അതുകൊണ്ട് അമ്മ എന്നെ സ്കൂട്ടർ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ അറിയാതെ ഞാനും രോഹിത്തും കൂടെ സ്കൂട്ടർ എടുത്തിട്ട് ഓടിക്കുമായിരുന്നു. രോഹിത്ത് പിന്നെ എനിക്കറിയില്ല, ഈ ആൺപിള്ളേർ എങ്ങനെയെങ്കിലും ഇതൊക്കെ അങ്ങോട്ട് പഠിക്കുമല്ലോ. എനിക്കറിയില്ല എന്താ അതിൻ്റെ ടെക്നിക്ക് എന്ന്. അപ്പോൾ എനിക്കും അതിൻ്റെ ഒപ്പം എത്താൻ വേണ്ടി പഠിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് സ്ലോ ലേണർ ആയിരുന്നു ഈ സ്കൂട്ടി ഓടിക്കുന്ന കാര്യങ്ങളിലൊക്കെ. ഹലോ, സുഖമായിട്ടിരിക്കണോ? എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള വീടാണ് കേട്ടോ ഇത്. നമ്മുടെ വീട് പോലെ തന്നെ നല്ലൊരു തറവാടായിരുന്നു ഇവിടെ. പക്ഷെ അവരത് മാറ്റി പുതിയൊരു വീടൊക്കെ വെച്ചു. നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവിടുന്ന് കുടിക്കും കഴിക്കുകയും ചെയ്തില്ലെങ്കിൽ പൊതുവെ ഒരു വിഷമമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും കഴിക്കാതിരുന്നപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തന്നതാണേ. നേരത്തെ നമ്മൾ വീടിൻ്റെ പുറമല്ലേ കണ്ടത്, നമുക്കിനി അകംഭാഗമൊക്കെ ഒന്ന് കാണാം കേട്ടോ. കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോഴും ഞാൻ ചെറുതായിട്ട് വട്ടങ്ങളൊന്ന് കാണിച്ചു. ഒരു 3 കൗച്ചും പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് നല്ല പഴയ കാലത്തെ ജനലല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. കറണ്ട് പോണ പ്രശ്നം ഉണ്ടായിരുന്നു മുന്നേ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയായിരുന്നു. ഓർമ്മയുണ്ടോ മമ്മിക്കത്? മമ്മിക്കൊന്നും ഓർമ്മയില്ല. അതെ, അച്ചാച്ചനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഇപ്പുറത്തൊരു സ്വാമി മുറിയുണ്ട്. എനിക്കെന്തോ മുന്നേയും അങ്ങോട്ട് പോകാനൊരു പേടിയായിരുന്നു. ഇപ്പോഴും ഞാൻ അങ്ങോട്ട് പോകാറില്ല. എന്താ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് ഒറ്റപ്പെട്ടൊരു മുറി പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്
വളരെ വളരെ കുറവായിരുന്നു. ഇപ്പോഴും ഞാൻ വന്നാൽ അങ്ങോട്ട് പോകാൻ പ്രിഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഇടനാഴികയാണ് കേട്ടോ. ഇവിടെ ഞാൻ ലൈറ്റ് ഇടാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ലൈറ്റ് ഫ്യൂസ് ആയിട്ടുണ്ട്. അച്ഛമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയമ്മയുടെ ഒപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ചില ചില പരിപാടികളൊക്കെ ഇവിടെ ബാക്കിയുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഇടനാഴിക. ഇവിടെ ഒരു റൂമുണ്ട്. ഇത് തെക്കേ മുറി എന്ന് പറയും നമ്മൾ. ഇവിടെ ആയിരുന്നു വല്യമ്മി രമ്യ ചേച്ചി എല്ലാം ഉണ്ടായിരുന്നു. അമ്മ ഡോറ് തുറന്നു കേട്ടോ അത്. പിന്നെ ഇവിടെ ഒരു മച്ചുണ്ട്. ഇവിടെ ഒരു പത്തായൊക്കെ ഉണ്ടായിരുന്നു ബാക്കിൽ. നമ്മളിങ്ങനെ പഴമൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി വെക്കില്ലേ, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ മച്ചായിരുന്നു ഇത്. മച്ചിലാണ് അച്ചമ്മ ഇവ അത് കൊള്ളാലോ. മച്ചിലച്ചമ്മ ഇങ്ങനെ ചിപ്സ്, കായ വറുത്തത്, ചക്ക വറുത്തതൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. ഞാനും വിഷ്ണുവും കൂടെ ഞാൻ പറയുന്നത്. ഞാനും രോഹിത്തും കൂടെ ആരും അറിയാതെ ഉച്ചയ്ക്ക് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പത്തായത്ത് കയറി പല സാധനങ്ങളും അടിച്ചു മാറ്റി കഴിക്കുന്നത് ഞങ്ങളുടെ വെക്കേഷൻ മെമ്മറീസ് സ്ട്രോങ് ആയൊരു മെമ്മറിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഇതായിരുന്നു അച്ചമ്മയുടെ റൂം കേട്ടോ. ഇത് വടക്കേ മുറി. എനിക്ക് തോന്നുന്നു തെക്കും വടക്കും വെച്ചിട്ടാണ് മുറിക്ക് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വടക്കേ മുറി. അതിൻ്റെ ബാക്കിലൊരു ബാത്റൂം ഉണ്ട്. പത്തായം നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ ക്ലോസ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ടോയ്ലറ്റ് കം ബാത്റൂം എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അല്ല മമ്മി, ഡൈനിങ് മുറി. ഇവിടെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കള. ഈ ഭാഗമൊക്കെ നല്ലോണം നമ്മൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളല്ല, അച്ഛമ്മ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആയിരുന്നില്ല. നിലത്തൊക്കെ നമ്മൾ ആ ചുവപ്പും കറുപ്പും ഒക്കെ പാവുകയെന്നല്ല അമ്മ പറയാ, തേച്ച ചുവപ്പും കറുപ്പും ഒക്കെ തേച്ച നമ്മുടെ നിലം ഉണ്ടായിരിക്കില്ലേ, അങ്ങനത്തെ നിലമായിരുന്നു ഇവിടെ മൊത്തം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് അങ്ങോട്ട് നമ്മുടെ വെടുക്കോറാണ്. ഈ ഒരു സൈഡ് പല വേർഡ്സ് നമ്മൾ അധികം ഉപയോഗിക്കാഞ്ഞിട്ട് നമുക്ക് അറിയുന്ന വേർഡ്സ് ആണെങ്കിലും കിട്ടാതിരിക്കുമല്ലോ, ആ പ്രശ്നമാണെങ്കിലും. കോലായയാണ് നമുക്കിവിടെ. ഇത് വടക്കേ വാതിൽ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോലായ. ഇവിടെ വെച്ചിട്ട് ഞാൻ രോഹിത്തിൻ്റെ കാലൊടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ? അങ്ങനെ തറവാട് കാണിച്ചു കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞിട്ടില്ല. നമ്മളിനി പോകുന്നത് മുകളിലോട്ടാണ്. മുകളിലാണ് ഞാനും അമ്മയും അച്ഛനും രോഹിത്തും പിന്നെ അച്ഛന് ഒരു അനിയനുണ്ട്. അവരുടെ ബെഡ്റൂം വരുന്നത്. അവരിപ്പോൾ മാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മോള്. ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞാൻ പറഞ്ഞ നിലം. ഇതായിരുന്നു താഴെ മൊത്തം. പിന്നെ നമ്മൾ മാറ്റിയതാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ. ഇവിടെ വെക്കേഷൻ സമയത്ത് അച്ഛൻ എനിക്കൊരു ടാസ്ക് തരുമായിരുന്നു. പേപ്പർ നോക്കിയിട്ട് 3-4 പേജിട്ട് ന്യൂസ് എഴുതാൻ. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാ എന്നെ ന്യൂസൊക്കെ എഴുതിപ്പിച്ചിരുന്നത്. എനിക്ക് ചോദിക്കാൻ വിചാരിച്ചിരുന്ന ചോദ്യമാണ്, എന്തിനാണ് എന്നെ കൊണ്ട് ന്യൂസൊക്കെ 5 പേജ് എഴുതിപ്പിച്ചിരുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഭാഗമുണ്ട്. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം കേട്ടോ. അമ്മയും അച്ഛനും കട്ടിലിൽ കിടക്കും, ഞാനും രോഹിത്തും താഴെ കിടക്കും. അങ്ങനെയായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് മച്ചെന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ മുകളിലൊരു തട്ടുമ്പുറം കൂടെ ഉണ്ട്. അവിടെ പൂച്ചയൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് രമേശ് മാമയുടെയും സുജാതമ്മയുടെയും ബെഡ്റൂം. അവർ വെക്കേഷൻസിലൊക്കെ വരുമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വെക്കേഷൻ ടൈമിലാണ് എല്ലാവരും കൂടി ഇവിടെ കൂടുക. ഓണം വിഷു ഒക്കെ അധികം ഇവിടെയായിരുന്നു. അപ്പം അങ്ങനത്തെ മെമ്മറീസാണ് എനിക്കിവിടെ കൂടുതൽ. ഇത് മൊത്തം ഞാൻ എൻ്റെ ഓർമ്മകൾ പറയുന്നൊരു വീഡിയോ ആയിരുന്നു. എന്നാലും എനിക്ക് മറുപടി അറിയണം, എന്തിനാണ് എന്നെ കൊണ്ട് 5 പേജ് ന്യൂസ് എഴുതിപ്പിച്ചിരുന്നത്. ആ നേരത്തെ കണക്കിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അച്ഛൻ രാവിലെ, അച്ഛന് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ രാവിലെ പോകും, രാത്രി വരുന്ന സമയത്ത് ആകുമ്പോൾ എന്നോടും രോഹിത്തിനോടും 5 പേജ് ന്യൂസ് എഴുതാൻ പറയും. രോഹിത്ത് എഴുതിയിട്ടേ ഇല്ല, എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഓരോരോ ക്രൂരതകൾ. വൈലേടി ശരി, അറ്റാച്ച്ഡ് ബാത്റൂമിന് പകരം പണ്ടുണ്ടായിരുന്നാണ് ഓവ്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അമ്മ ഓവും കൂടെ കാണിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ എല്ലാ റൂമിലും ഓവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ ഓവ്. ഇവിടെ ഒരു പൈപ്പും ഉണ്ട്. പൈപ്പൊക്കെ ഇപ്പോൾ വെച്ചാൽ തോന്നണോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വെള്ളം ഒഴിക്കാം അല്ലേ. പക്ഷെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ അതത്ര ഒരു ഹൈജീൻ അല്ല. പക്ഷെ മുന്നേ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, കാലങ്ങൾ മാറുമ്പോൾ ഉള്ള വ്യത്യാസമാണ് അതൊക്കെ. അമ്മയ്ക്ക് ക്യാമറയിൽ മാത്രമല്ല കേട്ടോ, പൊതുവേ തന്നെ അമ്മയ്ക്ക് സംസാരമൊക്കെ കുറച്ച് കുറവാണ്. ഞാനും അമ്മയും കൂടെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ ഇങ്ങനെ മൂളും, അത്രേ ഉണ്ടാവാറുള്ളൂ. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു വലിയ സംസാരമൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാറില്ല. അതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴൊന്നും അമ്മ, ഓരോ ആൾക്കാരും നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പോലെ അല്ലേ, അമ്മ പൊതുവേ സംസാരം കുറച്ച് കുറവുള്ള ഒരാളാണ്. അമ്മ എനിക്കൊരു മോട്ടിവേഷൻ തന്നു, നമ്മുടെ പേടികളൊന്നും നമ്മളങ്ങനെ വയ്ക്കാൻ പാടില്ല, അതങ്ങോട്ട്
കാണിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പൂജാമുറി കേട്ടോ. ഞാനത് കണ്ടിട്ടില്ല ഇങ്ങനെ നല്ല ഭംഗിയിൽ വെച്ചത്. എൻ്റെ ഓർമ്മയിൽ ഇവിടെ ചുമരിൽ നമ്മളിങ്ങനെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചതും ഒരു ചെറിയൊരു തട്ടിൽ നമ്മൾ കൃഷ്ണനെ വെച്ചതും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ? നല്ലൊരു ഇങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ പാടത്തെ പണി കഴിഞ്ഞോ? ഫുൾ ഞാറുണ്ടല്ലോ കഴിഞ്ഞോ? ഒരു പാട്ട് പാടാൻ എന്നെ പറ്റിച്ചോ? ഇതോ? അച്ഛൻ ട്വിൻസിൽ ഒരാളാണ് കേട്ടോ. അച്ഛന് ഒരു ഒപ്പമുള്ള ഒരു ട്വിൻ സിസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ഒരു പിറന്നാൾ ഇവിടെ വട്ടംകുളത്ത് വെച്ചിട്ട് അത്യാവശ്യം നന്നായി പന്തലൊക്കെ ഇട്ട് നടത്തണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തറവാട്ടിൻ്റെ ചുറ്റും അച്ഛൻ്റെ കുറേ റിലേറ്റീവ്സും എൻ്റെ കുറേ കസിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് പോയി കാണാം. ഞാനിങ്ങനെ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അച്ഛനൊന്ന് കുളിച്ച് റെഡിയായിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ അമ്മയ്ക്ക് ചെറിയൊരു മസാജൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അമ്മേനെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും അമ്മേനോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. കുട്ടികൾ വെച്ചാൽ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യട്ടോ. തനി മലയാളിയുടെ അമ്മയുടെ കഥയാണ്. ടീച്ചറല്ല അവരുടെ മനസ്സിലിപ്പോൾ ഞാൻ തനി മലയാളിയുടെ അമ്മ. ഞങ്ങളുണ്ടല്ലോ ഇവിടെ അടുത്തുള്ള ഇതാണ് ഞാൻ പറഞ്ഞ തൊഴുത്തിൻ്റെ ബാക്കിലുള്ള ചാണകമൊക്കെ ഇടുന്നൊരു സ്ഥലം ഞാൻ പറഞ്ഞില്ല, അതാണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് അച്ഛൻ്റെ ഒരു കസിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കവിടെ പോയി എല്ലാവരും ഒന്ന് കാണാം. നാട്ടിൽ വന്നാൽ എല്ലാവരും ഒന്ന് കാണുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പൊതുവേ ഇങ്ങനെ പറയില്ലേ നാട്ടിൽ വരുമ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ സമയം പോകുന്നത്. പക്ഷേ എനിക്കതെന്തോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ കൂടെ ഈ കാണുന്ന കഴുകുന്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അച്ഛൻ്റെ വേറൊരു ഫസ്റ്റ് കസിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അതായത് അച്ഛമ്മയുടെ ചേച്ചിയുടെ മകൻ്റെ വീട്ടിലോട്ട്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഭക്ഷണം കഴിക്കാം. കാരണം സമയത്ത് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ദേവേട്ടൻ്റെ കടയിലോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കിട്ടും. കുമരനെല്ലൂരാണ് ദേവേട്ടൻ്റെ കട വരുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ. സമയത്ത് ഞാൻ പല റെസിപ്പീസും ഇവരുടെ റെസിപ്പി എന്താണെന്നുള്ളത് ഇവർ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പല രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ ഒന്നും എനിക്ക് ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. അച്ഛൻ്റെ ഒപ്പമാണ് പഠിച്ചത് പുള്ളി ദേവേട്ടനല്ലേ? ദേവേട്ടൻ്റെ കട തുറന്നിട്ടുള്ള ഇതാണ് തൊണ്ടഭാഗ്യം എന്ന് പറയുന്നത്. ഇത്രയും എന്താ ഇപ്പൊ അവസാനം മലപ്പുറം കത്തി അമ്പും വില്ലും ദേവേട്ടൻ പൂട്ടി. നമ്മളിവിടെ 3 പൊറോട്ട 1.5 കറി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും എനിക്ക് ഭയങ്കര അത് കഴിക്കാൻ ഭയങ്കര മൂഡിലായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് പോയതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വേറെ ദിവസം വന്ന് വാങ്ങാം. ഇനി നടന്നത് തീർത്തും യാദൃശികം മാത്രം. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ദേവേട്ടൻ്റെ ഫാമിലീനെയായിട്ട് കൂട്ടി ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് ഒരു ചട്ടിച്ചോറ് കഴിച്ചു. ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചാൽ തീരില്ല കേട്ടോ. ഞാനും അമ്മയും അച്ഛനും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ദേവേട്ടൻ്റെ ചിക്കൻ ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ടത്ര അങ്ങനെ ശരിയായില്ല. നമ്മളിനി അച്ഛൻ്റെ 1-2 റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. കാരണം അച്ഛൻ്റെ ബർത്ത്ഡേ നമ്മളിനി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അച്ഛനെ കണ്ടെത്താ പ്രായം തോന്നും? അമ്മ അച്ഛനെ കണ്ടെത്താ പ്രായം തോന്നും? 75? നിങ്ങൾ കമൻറ്റ് ചെയ്യൂട്ടോ. അച്ഛൻ്റെ നെക്സ്റ്റ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അച്ഛനെ കണ്ടെത്താ പ്രായം തോന്നുന്നുള്ളത് സെലിബ്രേഷൻ്റെ വീഡിയോ ഇത് കഴിഞ്ഞ് 1-2 വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഇടാട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലം അച്ഛൻ്റെ കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോവുകയാണ്. അവരെയൊക്കെ അച്ഛൻ്റെ പിറന്നാളിന് ഇൻവൈറ്റ് ചെയ്യാം. തിരിച്ച് വീട്ടിലെത്തി നമുക്കിനി ഇവിടെയൊക്കെ ലോക്ക് ചെയ്തിട്ട് പോവാട്ടോ. നമ്മൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരും. കാരണം അച്ഛൻ്റെ പിറന്നാൾ ഇവിടെയാണല്ലോ. ഇനി നമുക്ക് കുറച്ച് റിലേറ്റീവ്സിൻ്റെ വീട്ടിലും കൂടെ പോകാനുണ്ട്. എല്ലായിടത്തും പോയി എല്ലാവരെയും ഒന്ന് കാണാം. ഒപ്പം പിറന്നാളിന് എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് അച്ഛമ്മയുടെ അനിയൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ഇതൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്. കാർ എടുത്ത് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇവിടെയുള്ള ആൾക്കാരുടെ വർത്താനം ഞാൻ പറഞ്ഞില്ലേ നല്ല ഓപ്പൺ ആൻഡ് സ്വീറ്റ് ആണ്. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ.
അപ്പോൾ കുട്ടിമമ്മ പോയിട്ട് ചെക്കന് ചായ കൊടുക്കട്ടെ, നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമുക്കിനി 1-2 വീട്ടിലും കൂടെ പോകാനുണ്ട്. അച്ഛമ്മയുടെ ഒരു അനിയത്തി ഇവിടുന്ന് കുറച്ച് ദൂരെ, അതായത് ഒരു 2-3 കിലോമീറ്റർ അപ്പുറമാണ്. അവിടെയും കൂടെയൊക്കെ ഒന്ന് പോയി നമുക്ക് പിറന്നാളിന് വേണ്ടി ക്ഷണിക്കാനുണ്ട് കേട്ടോ. ഇന്നെനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുള്ളത് അമ്മയാണ് കേട്ടോ. ഞാൻ അമ്മയ്ക്ക് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് വീഡിയോ എടുക്കുക എന്നുള്ളത്. അമ്മയ്ക്ക് വീഡിയോ എടുത്തരായിരുന്നു, ഈ ഇറക്കത്തിൽ വീഡിയോ എടുത്തിട്ട്. അവസാനം ഹോസ്പിറ്റലിൽ പോയി വ്ളോഗർ ഉണ്ടാവുന്നുണ്ട്. അച്ഛമ്മയുടെ ഈ ഒരു അനിയത്തിനെ ഞാൻ പപ്പിനി ചേച്ചി എന്നാട്ടോ വിളിക്കുന്നത്. പപ്പിനി ചേച്ചി ഇപ്പോൾ ഒരു പേര് പോലെ ആയിരിക്കുന്നു, എല്ലാ ആൾക്കാരും പപ്പിനി ചേച്ചി എന്നാണ് വിളിക്കുക. അങ്ങനെ നമ്മൾ പപ്പിനി ചേച്ചീനെയും പിറന്നാളിന് ഇൻവൈറ്റ് ചെയ്തു. ഇനി നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. എനിക്ക് ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ സാധാരണ വ്ളോഗിൽ നിന്നും കുറച്ച് വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു ഭയങ്കര റിഫ്രഷ്മെൻ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കും കേട്ടോ. എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ. ദേ അമ്മയുടെ വകയൊരു ബായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബായ്.